ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ ലോകവേദിയിൽ ചരിത്രമായ കഥ. 1999 വെറും 17-ാം വയസ്സിൽ മിസ് ഇന്ത്യ മത്സരത്തിൽ 2-ാം സ്ഥാനം നേടി ശ്രദ്ധിക്കപ്പെട്ട ഒരു പെൺകുട്ടി. ഒരു വർഷത്തിനു ശേഷം ലോകം മുഴുവൻ ഇന്ത്യയെ അഭിമാനിപ്പിച്ച് മിസ് വേൾഡ് 2000 കിരീടം സ്വന്തമാക്കി. ആ പെൺകുട്ടിയായിരുന്നു പ്രിയങ്ക ചോപ്ര. സൈനിക കുടുംബത്തിൽ ജനിച്ചതിനാൽ ബാല്യം മുഴുവൻ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറിയായിരുന്നു ജീവിതം. സ്കൂൾ മാറി, പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു. കൗമാരത്തിൽ അമേരിക്കയിൽ പഠിക്കുമ്പോൾ വർണ്ണവിവേചനവും ബുള്ളിയിങ്ങും നേരിട്ടു. എന്നാൽ ആ വേദനകളൊന്നും അവളുടെ ആത്മവിശ്വാസത്തെ തകർത്തില്ല. ബോളിവുഡിൽ എത്തിയപ്പോൾ തുടക്കത്തിൽ നിരവധി വിമർശനങ്ങളും അവസരങ്ങൾ നഷ്ടപ്പെടലും സിനിമാ രാഷ്ട്രീയവും അവളെ പിന്തുടർന്നു. ഒരു കാലത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തലും പിന്നീട് പ്രിയങ്ക നടത്തിയിരുന്നു. പക്ഷേ അവൾ പിന്മാറിയില്ല, മറിച്ച് പുതിയൊരു ലോകം കീഴടക്കാൻ തീരുമാനിച്ചു. ഹോളിവുഡിലേക്ക് കടന്നപ്പോൾ വീണ്ടും എല്ലാം പൂജ്യത്തിൽ നിന്നായിരുന്നു തുടക്കം. പുതിയ ഭാഷ, പുതിയ സംസ്കാരം, പുതിയ മത്സരങ്ങൾ. പക്ഷേ ക്വാണ്ടിക്കോ എന്ന സീരീസിലൂടെ അന്താരാഷ്ട്ര താരമായി മാറി. തുടർന്ന് ഹോളിവുഡ് ചിത്രങ്ങളിലൂടെ ഇന്ത്യയുടെ അഭിമാനമായി ലോകവേദിയിൽ തിളങ്ങി. ഇന്ന് നടി മാത്രമല്ല, നിർമ്മാതാവ്, എഴുത്തുകാരി, സംരംഭക, യുണിസെഫ് ഗുഡ്വിൽ അംബാസഡർ, ആഗോളതലത്തിൽ സ്വാധീനമുള്ള വ്യക്തിത്വം കൂടിയാണ് പ്രിയങ്ക ചോപ്ര. പ്രിയങ്ക ചോപ്രയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ്: നമ്മളെ എത്ര തവണ തള്ളിയിട്ടാലും വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ലോകം ഒരു നാൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. അതാണ് പ്രിയങ്ക ചോപ്ര എന്ന വിജയത്തിൻ്റെ യഥാർത്ഥ കഥ.